ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങൾ. സങ്കീർത്തനങ്ങൾ 4-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നീതിയുള്ള ദൈവം, അനീതി പ്രവർത്തിക്കാത്ത ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. നീതിമാനായ ദൈവം, സ്തോത്രം. പരിശുദ്ധനായ ദൈവം. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളുന്ന ദൈവം ഈ ദൈവമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ. നമ്മൾ ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് സമീപസ്ഥനായി, തന്നെ സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായി കൂടെയിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഈ ദൈവം മറുപടി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ നിലവിളിക്ക്, നമ്മൾ ഏതൊക്കെ ഭാരമേറിയ വിഷയമായാലും ദൈവസന്നിധിയിൽ നമ്മൾ വിളിക്കുമ്പോൾ ഈ ദൈവം നമുക്ക് ഉത്തരമരുളും, മറുപടി തന്ന് നമ്മെ മാനിക്കും. അടുത്ത ഭാഗം ഇങ്ങനെ പറയുന്നു, ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഹല്ലേലൂയ. ഞെരുക്കത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നവർക്ക് വിശാലത വരുത്തുവാൻ, അതെ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവരും. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ എലീശ പ്രവാചകനോട് തന്റെ ശിഷ്യന്മാർ പറയുകയാണ്, തങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഇടുക്കമായിരിക്കാൽ അത് സ്ഥലം ഒന്ന് വിശാലമാക്കുവാൻ പോയി യോർദാന്റെ അരികിൽ ചെന്ന് മരം വെട്ടിക്കൊണ്ടുവരട്ടെ, ഓരോരുത്തരായിട്ട് ഓരോ മരം കൊണ്ടുവരട്ടെ എന്ന്. അതെ, ഒരു ഞെരുക്കത്തിൽ നിന്ന് ഒരു വിശാലത വേണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആവശ്യം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ എലീശയുടെ ശിഷ്യന്മാർ പുറപ്പെട്ടു പോയി മരങ്ങൾ മുറിക്കുവാൻ. അതിനിടയ്ക്ക് ഒരാളിന്റെ കോടാലി ഒരു വെള്ളത്തിലേക്ക് വീഴുകയാണ്. അയ്യോ കഷ്ടം, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് പറഞ്ഞ് ആ ശിഷ്യൻ നിലവിളിക്കുമ്പോൾ അവിടെ എലീശ ഓടി എത്തുക. എലീശ എവിടെയാണ് അത് വീണതെന്ന് ചോദിച്ചൊരു മരത്തിന്റെ ശിഖരം വെട്ടി അതിലേക്ക് ഇടുമ്പോൾ ആ കോടാലി ഉയർന്നു വരികയും അതിനെ പിടിച്ചെടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഞെരുക്കത്തിലിരിക്കുമ്പോൾ നമ്മൾ വിശാലതയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർ, ഇടുക്കമായ അവസ്ഥയിലായിരിക്കുന്നവർ ഒരു വിശാലതയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ പലവിധമായ പ്രതികൂലങ്ങൾ വരാം. ഹല്ലേലൂയ. പക്ഷെ അതിൽ നിന്നൊക്കെയും സ്വർഗത്തിലെ ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്ത് തരം പ്രതികൂലങ്ങൾ വന്നാലും ദൈവം കൈവിടുകയില്ല. ഹല്ലേലൂയ. ഇവിടെ എലീശയോട് നിലവിളിക്കുമ്പോൾ തന്റെ ശിഷ്യന് വേണ്ടി ആ കോടാലി, വായ്പ വാങ്ങിയ കോടാലി, അത് മടക്കി കൊടുക്കുവാൻ തക്കവണ്ണം പ്രവാചകനെ ദൈവം ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ. എങ്കിൽ നമ്മുടെ ഭാരമേറിയ വിഷയം, നമ്മുടെ ഞെരുക്കത്തിൽ നിന്ന് ഒരു വിശാലത വേണമെന്ന് പറഞ്ഞ്, അതെ, നമ്മളൊരു വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പ്രതികൂലം വന്നാൽ, ഹല്ലേലൂയ, പ്രതികൂലത്തിൽ നിന്ന് ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. കാരണം ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തിയെന്ന്, അതെ, ദൈവവചനം പറയുന്നു. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ. ദൈവം നീതിയുള്ള ദൈവമാണ്, നീതിയുള്ള ന്യായാധിപതിയാണ്. നീതിയും ന്യായവും ദൈവത്തിന്റെ പക്ഷത്തിൽ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഞെരുക്കത്തിലായിരിക്കുമ്പോഴും വിശാലത വരുത്തുന്ന ദൈവം കൃപ തോന്നുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അർഹിക്കാത്ത ദാനമാണ് കൃപ. ആ കൃപ നമ്മോട് കാണിക്കുകയും ദൈവം കൃപ തോന്നിയിട്ട് പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്ന ദൈവം. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനൊരു മറുപടി ഉണ്ട്. ഏത് വിഷയമായാലും മക്കളെ ചൊല്ലി ഭാരപ്പെടുകയാണോ, ഹല്ലേലൂയ, അതിൽ കർത്താവ് ഒരു വിടുതൽ നൽകും. ഗെയിമിനോട് ആസക്തിയുള്ള മക്കളാണോ, ഇപ്പോൾ മൊബൈൽ യുഗം, അതെ, തലമുറകളെ എന്ത് ചെയ്തു, കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഗെയിമിനോടുള്ള ആസക്തിയിൽ കുഞ്ഞുങ്ങളായിക്കൊണ്ടിരിക്കുന്ന അനേക കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ആയിരിക്കുന്ന, അത് എന്റെ തലമുറ ഈ ഗെയിമിൽ നിന്ന്
മടങ്ങി വരുന്നില്ല എന്ന് ഭാരത്തോടെ ആയിരിക്കുന്ന മാതാപിതാക്കന്മാർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തരും. കടഭാരത്താൽ വലയുന്നവരാണോ എന്നെ കേൾക്കുന്നത്? സ്വർഗത്തിലെ ദൈവം വിടുവിക്കും. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി വലുതും ഭയങ്കരവുമാണ്. കർത്താവ് അത് ചെയ്യും. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവ് കൃപ തോന്നി മറുപടി തരും. മക്കളുടെ വിവാഹം നടക്കാതെ ഭാരപ്പെടുകയാണോ? വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹമായില്ല എന്ന ഭാരത്തോടെ ഇരിക്കുകയാണോ? സ്വർഗത്തിലെ ദൈവം തക്ക തുണി നൽകി മാനിക്കും. വചനം പറയുന്നു, എലിയാസറിനെ അയച്ച് ഇസഹാക്കിന് റബേക്കയെ കൊണ്ടുവന്നു കൊടുത്തൊരു ദൈവം അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. രൂത്തിനൊരു ബോവസിനെ ഒരുക്കിയ കർത്താവ് തക്ക തുണി നൽകി മാനിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. സ്തോത്രം. വീടില്ലാതെ ഭാരപ്പെടുന്നവരാണോ? സ്വർഗത്തിലെ ദൈവം അതിനുള്ള മുഖാന്തരങ്ങൾ ചെയ്യും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. ദൈവം വീട് പണിത് നൽകുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം. ഏത് വിഷയമായാലും ബിസിനസ് തകർന്ന് ഭാരത്തോടെ ആയിരിക്കുന്നു, അതിൽ നിന്ന് വിടുതൽ നൽകുവാൻ കർത്താവിന് കഴിയും. പക്ഷെ നമ്മൾ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കണം, ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന്. കർത്താവിനെ എന്ത് ചെയ്യണം? ആഴമായി വിശ്വസിക്കണം. ദൈവം അത്ഭുതം ചെയ്യും. ഈ വചന പ്രകാരം പ്രാർത്ഥിച്ചാൽ അതേ വചനം അയച്ച് വിടുവിക്കുന്ന ഒരു ദൈവം നിശ്ചയമായിട്ടും ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടാലും ദൈവം വിടുവിക്കും. കുടുംബം തകർന്ന് വേദനയിലായിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം ആ ഞെരുക്കത്തിൽ നിന്ന് ഒരു വിശാലതയിലേക്ക്, ഒരു സമാധാനത്തിലേക്ക് ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം അപ്പാ. സ്തുതിക്കുന്നു കർത്താവെ. നന്ദി പരിശുദ്ധനെ. നന്ദി കർത്താവെ. കേട്ട വചനം അപ്പാ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അരുളണമേ. സ്വർഗത്തിലെ ദൈവം മറുപടി നൽകുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ ഒരു മറുപടി നൽകി മാനിക്കണമേ. ഈ വിഷയത്തിന് എങ്ങനെ പരിഹാരം വരുമെന്ന് ഭാരത്തോടെ ആയിരിക്കുന്ന പ്രിയ മക്കളോട് കർത്താവ് കരുണ തോന്നണം. കർത്താവ് വിടുവിക്കണമേ. ഞെരുക്കത്തിൽ നിന്ന് വിശാലത നൽകി മാനിക്കണം. അങ്ങ് കൃപ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കർത്താവെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി മാനിക്കണം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുന്ന ദൈവകരം ചലിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.